ഹലോ, ടെക്കിട്രിക്സിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത് ഹാർഡ് ഡിസ്കുകൾ എങ്ങനെ ക്ലീൻ ചെയ്യാം, എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നുള്ളതാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും എന്നുമുള്ള ഒരു പ്രശ്നമാണ്. കുറച്ചങ്ങ് ഉപയോഗിക്കുമ്പോഴത്തേക്ക് കമ്പ്യൂട്ടർ വളരെ സ്ലോ ഡൗൺ ആവുന്നു, ആപ്ലിക്കേഷൻ ലോഡ് ചെയ്യാൻ കൂടുതൽ സമയമെടുക്കുന്നു, പെർഫോമൻസ് വളരെ മോശമാവുന്നു. ഇത്തരം പരാതികൾ ഒരുപാട് ആളുകൾ പറയാറുണ്ട്. പലപ്പോഴും ഇതിനുള്ള കാരണം നമ്മൾ ഹാർഡ് ഡിസ്ക് വേണ്ട രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതാണ്. മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ അനാവശ്യമായ ഒരുപാട് ഫയലുകളും കാര്യങ്ങളൊക്കെ അതിനകത്ത് കിടക്കുന്നുണ്ടാകും. അത് നമ്മൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിനുള്ള ചില മാർഗ്ഗങ്ങളാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓർത്ത് വെക്കേണ്ട പ്രധാന നമ്മളെ ഷോർട്ട് കട്ട് കീ എന്ന് പറയുന്നത് കീബോർഡിലെ വിൻഡോസ് ആർ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് റൺ ബോക്സ് കിട്ടും. ഇതിനകത്ത് പ്രിഫെച്ച് എന്ന് ടൈപ്പ് ചെയ്ത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എക്സ്പ്ലോറർ വിൻഡോ ഓപ്പൺ ചെയ്യും. ഒരു മെസ്സേജ് ഇപ്പോൾ വന്നിട്ടുള്ളത് അഡ്മിനിസ്ട്രേറ്റീവ് റൈറ്റ് വേണം എന്നുള്ളതാണ്. അത് ജസ്റ്റ് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ അനാവശ്യമായി അടിഞ്ഞു കിടക്കുന്ന കുറേ ഫയലുകൾ നമ്മുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടും. ചിലപ്പോൾ ഇതിൽ കുറേ ഫോൾഡേഴ്സും ഉണ്ടാവും. ഞാനിത് കൂടെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും കുറഞ്ഞ ഫയൽ. ഇത് കൃത്യമായി ചെയ്യാത്ത ആളുകളുടെ കമ്പ്യൂട്ടറിലാണെങ്കിൽ ചിലപ്പോൾ ആയിരക്കണക്കിന് ഫയൽസ് ഉണ്ടാവും ഇതിനകത്ത്. കൺട്രോൾ എ പ്രസ് ചെയ്ത് മൊത്തമായി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യുക. ഷിഫ്റ്റ് പ്ലസ് ഡിലീറ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് പെർമനൻ്റ് ആയിട്ട് ഡിലീറ്റ് ആയി കിട്ടും. ഇല്ലെങ്കിൽ ഇത് റീസൈക്കിൾ ബിന്നിൽ കിടക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ ഇത് കണ്ടോ, എനിക്കൊരു മെസ്സേജ് വരുന്നത്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ചില ആപ്ലിക്കേഷൻസ് ഇവിടെ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫയലായതുകൊണ്ടാണ് അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റാത്തത്. ഇത്തരം പ്രവൃത്തികൾ ചെയ്യുന്നതിന് മുൻപായിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുള്ള ആപ്ലിക്കേഷനുകളും ഫയലുകളും ഒക്കെ നമ്മൾ ക്ലോസ് ചെയ്താൽ ഇത്തരം പ്രശ്നം ഉണ്ടാവില്ല. ഇനി ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ ഇതിൽ ജസ്റ്റ് സ്കിപ്പ് ചെയ്താൽ മതി. ഇത് കണ്ടോ, 2-3 ഫയൽ ഇതിൽ ബാലൻസ് കിടക്കുന്നത് നമ്മൾ ഉപയോഗിച്ച് നമ്മൾ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇതിൽ ഫയൽ ആഡായി വരുന്നത് കാണാം. ഓക്കെ, അതിപ്പോൾ ഈ കിടക്കുന്ന പ്രോഗ്രാമുകളും മറ്റും ഉപയോഗിക്കുന്നതിൻ്റെ ഫയലുകളാണ്. ഇനി നമുക്ക് വീണ്ടും വിൻഡോസ് ആർ പ്രസ് ചെയ്തിട്ട് അതിൽ ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്യാം. ഇതിനകത്ത് ഓൾറെഡി ഞാൻ ചെയ്തത് കാരണം ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ടി എന്ന് ടൈപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ടെമ്പ് വന്നുണ്ട്. അതെടുത്തിട്ട് വീണ്ടും ഓക്കെ കൊടുക്കുക. കണ്ടോ, ഇപ്പോൾ ഇതിനകത്തും കുറേ ഫയലും ഒരു ഫോൾഡറും ഒക്കെ കിടക്കുന്നുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക. അപ്പോൾ ഈ ഫോൾഡർ എന്ന് പറയുന്നത് ഞാൻ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അത് ഡിലീറ്റ് ആവാത്തത്. ഞാൻ മൾട്ടി മോണിറ്റർ ഉപയോഗിക്കുന്നുണ്ട്, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ അത് കറൻ്റ്ലി ഇൻ യൂസ് ആണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഇതേപോലെ വിൻഡോസ് ആർ പ്രസ് ചെയ്തിട്ട് പെർസെൻറ്റേജ് സൈൻ ഇട്ടിട്ട് ടെമ്പ് എന്ന് ടൈപ്പ് ചെയ്ത് വീണ്ടും പെർസെൻറ്റേജ് കൊടുക്കുക. അത് ഓക്കെ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് മുൻപ് കണ്ടതുപോലെ കുറേ ഫയലുകളും ഇതിനകത്ത് കുറേ ഫോൾഡറുകൾ തന്നെയുണ്ട്. അതും നമ്മൾ മുഴുവനായി സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് കൊടുക്കുക. ഇവിടെയും അത്യാവശ്യം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫയലുകളല്ലാത്തതെല്ലാം ഡിലീറ്റായി. ഇനി നമ്മൾ ചെയ്യുന്നത്, എൻ്റെ സിസ്റ്റത്തിൽ ഇപ്പോൾ 3-4 ഡ്രൈവുകൾ കാണിക്കുന്നുണ്ടല്ലോ. ഇതിപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം കിടക്കുന്നത് സി ഡ്രൈവിലാണ്. മൾട്ടി ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സ്പെസിഫിക് ആയിട്ട് മറ്റൊരു ഡ്രൈവിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്ന സാഹചര്യത്തിലല്ലാതെ എല്ലാ സമയത്തും സി ഡ്രൈവിലായിരിക്കും നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാവുക. അപ്പോൾ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം. റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് പ്രോപ്പർട്ടീസ് എടുക്കുക. ഈ പ്രോപ്പർട്ടീസിൽ നമുക്ക് ഇവിടെ ഒരു മിഡിലായിട്ട് ഡിസ്ക് ക്ലീനപ്പ് എന്ന ഒരു ബട്ടൺ കാണാം. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് മറ്റൊരു പോപ്പപ്പിലേക്ക് പോകും. ഇതിനകത്ത് നമുക്ക് ഏതൊക്കെ മേഖലകളിലുള്ള ഫയലുകൾ ക്ലിയർ ചെയ്യണം എന്നുള്ള ഒരു ലിസ്റ്റ് കാണാം. ഈ ലിസ്റ്റിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ടതെങ്കിൽ അത് സെലക്ട് ചെയ്തിട്ട് താഴെ ക്ലീൻ അപ്പ് സിസ്റ്റം ഫയൽസ് എന്ന് കാണാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഇവിടെ വ്യൂ ഫയൽസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫയലുകൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു സംവിധാനമുണ്ട്. ഞാനിത് ഇപ്പോൾ ഇന്നലെ ചെയ്തതേ ഉള്ളൂ. അത് കാരണം എനിക്ക് അധികം ഫയലുകളൊന്നും കാണാനുണ്ടാവില്ല. നിങ്ങൾക്കത് കൂടുതലായിട്ട് ഉണ്ടാവാം. ഇവിടെ നമ്മൾ ക്ലീൻ അപ്പ് സിസ്റ്റം ഫയൽസ് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ഇപ്പോൾ അതിൽ ക്ലീനിങ് നടക്കും. വീണ്ടും നമ്മളതിൽ ഓക്കെ കൊടുക്കുമ്പോൾ ഒരു കൺഫർമേഷൻ കൂടി വരും. ഇവിടെ ഡിലീറ്റ് ഫയൽസ് എന്ന് കൊടുക്കുക. ഇതിൽ ഉപയോഗിക്കാതെ കിടക്കുന്ന അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഫയലുകൾ കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്യും. ഓക്കെ കൊടുക്കുക. അപ്പോൾ ആ ജോബും തീർന്നു. ഇനി നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, നമ്മൾ വിൻഡോസ് ആർ പ്രസ് ചെയ്തിട്ട് അതിൽ CMD എന്ന് ടൈപ്പ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യുന്നത് കമാൻഡ് പ്രോംപ്റ്റ് ആണ്. ഈ കമാൻഡ് പ്രോംപ്റ്റിൽ IP config //DNS ഇങ്ങനെ ടൈപ്പ് ചെയ്ത ശേഷം കീബോർഡിൽ എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മളെ ക്യാഷ് ഫയൽസ് എല്ലാം ഇതിലൂടെ ക്ലിയർ ചെയ്തു. അപ്പോൾ ഈ രൂപത്തിൽ ഇപ്പം ഞാൻ 5 രീതിയിൽ നമ്മുടെ സിസ്റ്റം ഫയലുകൾ, ആവശ്യമില്ലാത്ത ടെമ്പററി ഫയലുകൾ, അതുപോലെ ആപ്ലിക്കേഷനുകളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള അൺവാണ്ടഡ് ഫയൽസ്, ക്യാഷ് ഫയൽസ് എല്ലാം ക്ലിയർ ചെയ്യേണ്ട സംവിധാനങ്ങൾ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. ഈ രീതിയിൽ നമുക്ക് നമ്മുടെ സിസ്റ്റം നിലവിൽ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ പല മടങ്ങ് വേഗതയിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഹാർഡ് ഡിസ്കിൽ ഉള്ള സ്പേസ് കൂട്ടാൻ പറ്റും. ഹാർഡ് ഡിസ്കിൽ സ്പേസ് കുറയുന്നത് നമ്മുടെ സിസ്റ്റം സ്ലോ ആവുന്നതിനുള്ള ഒരു പ്രധാന കാരണമാണ്. ഇപ്പം ഞാനിത് ഇന്നലെ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഈ സി ഡ്രൈവിലെ ആകെ 32 GB ബാലൻസ് ഉണ്ടായിരുന്നുള്ളൂ.
അതിപ്പോൾ നിങ്ങൾക്ക് കാണാം 37.2 GB ഇപ്പോൾ ബാലൻസ് ഇതിനകത്തുണ്ട്. അത് ഞാൻ ഇന്നലെ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയതാണ്. ഇന്നിപ്പോൾ ഞാൻ വീണ്ടും നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് വീണ്ടും അത് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ചെയ്ത് എല്ലാം ക്ലീൻ ആക്കിയത് കൊണ്ട് ഇന്ന് ഇപ്പോൾ എനിക്ക് ഒരുപാട് സ്പേസ് ഇതിൽ ആഡ് ചെയ്ത് കാണില്ല, കാരണം ഓൾറെഡി ഇന്നലെ ചെയ്ത് കഴിഞ്ഞു. ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ട് കമ്പ്യൂട്ടറിൻ്റെ വേഗതയും പെർഫോമൻസും കൂട്ടുക. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വിഷയവുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതൊരു സപ്പോർട്ടാണ്. ഓക്കെ, താങ്ക് യു, ബൈ.